ഹായ് ഹലോ വിമാൻ. എല്ലാവരും എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ പീക്ക് ലെവലിലാണ് നമുക്കറിയാം. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. +1 +2 മാത്തമാറ്റിക്സിലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതായത് ചാപ്റ്റർ വെയിറ്റേജ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. ഇതിൽ 3 മാർക്കിന് ചോദിച്ച ചാപ്റ്ററുകളുണ്ട്. ചിലതിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ചിലതിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ചിലതിൽ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ എസ്എ ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ് കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ +1 +2 ടോട്ടലി ഇതിനകത്ത് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് +1 ആണ്, മാർക്ക് ഷെഡ്യൂൾ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ രണ്ടാമത് വരുന്നത് +2ൻ്റെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ +1 ആണോ കുട്ടി, +2 ആണോ കുട്ടി എന്നുണ്ടെങ്കിൽ അത് ഏതാണ് സെലക്ട് ചെയ്ത് കാണാം. അപ്പോൾ +1 എസ്എയിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ചാപ്റ്ററുകൾ നമുക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും. ട്രിഗ്നോമെട്രിയിൽ നിന്നും ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 മാർക്ക് ക്വസ്റ്റ്യൻ എസ്എ ട്രിഗ്നോമെട്രിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്നും ഒരു എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 4 ചാപ്റ്ററുകളിൽ നിന്നാണ് +2 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി +1 പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മളുടെ ചാപ്റ്ററുകളാണ്. ഒന്ന് LPP, ഒരു എസ്എ ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ഉണ്ടാവും. ഇന്റഗ്രൽസ്, ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ ഫുൾ ഡിഫറൻഷിയേഷൻ, അതായത് കണ്ടിന്യൂറ്റി ഡിഫറൻസ് നമ്മൾ 5th ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ പിന്നെ ഡിറ്റർമിനന്റിന്റെ അകത്ത് നിന്ന് നമുക്കൊരു ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാണ്ടാവുമല്ലോ. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് +2 ഉണ്ടാവുന്നത്. +1 ഉണ്ടാവുന്ന എസ്എ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. ഇനി എന്തെങ്കിലും മോർ വീഡിയോസ് ആവശ്യം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു.